നമസ്കാരം സാർ. അഡ്വക്കേറ്റ് ചിത്രയേക്കാൾ ഇപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതേ ആ ഋഷിയ രാജ്മോഹൻ. അവനാണത്തിരി പ്രശ്നമാണ്. ആദിത്യൻ ഈ കാണുന്ന വേഷമൊക്കെ ഉള്ളൂ അല്ലേ കജസേ? എനിക്കത് അന്നേ ഫീൽ ചെയ്തതാ. ഞാൻ ഈ സൈബർ കേസ് അന്വേഷിച്ചു പോയില്ലേ, DYSP സാനിലുമായിട്ട് മച്ചാ റിലേഷനാണെന്നൊക്കെ തട്ടിവിട്ടു. അപ്പോഴേ മനസ്സിലാക്കാമല്ലോ. ഇനി KGS പറഞ്ഞതുപോലെ ചിത്ര ഋഷി നെക്സസ് ആണ് ഡേഞ്ചർ. അവനെ ഒന്ന് അടക്കിയിരുത്താനല്ലേ ഞാൻ ആ മാർക്ക് ലിസ്റ്റ് എടുത്ത് മുന്നോട്ടിട്ട് കൊടുത്തത്. മോനെ, ഇവിടെ AC വർക്ക് ചെയ്യുന്നില്ലേ? ഉണ്ട് സാർ. കുറച്ച് കൂട്ടിയിടുന്ന. ആക്ച്വലി അതൊരു സപ്പോർട്ട് എവിഡൻസിന് വേണ്ടി കളക്ട് ചെയ്തതാ. അടുത്ത കാലത്ത് വന്ന ആ PSC വിഷയമില്ലേ, ആ വീട്ടിലിരുന്ന് റാങ്ക് ലിസ്റ്റുകാരെ മിടുക്കന്മാരുടെ കേസല്ലേ? അതെ. അതിന്റെ ബേസ് ഇന്നുകൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ഒന്ന് റീറൈറ്റ് ചെയ്യാനുള്ള ഒരു ചാപ്റ്റർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് കളക്ട് ചെയ്ത എവിഡൻസ് ആയിരുന്നു ഈ ഋഷിയുടെ. ഋഷി മാത്രമല്ല, 70ഓളം യുവ മിടുക്കന്മാരുടെ ഭാവിയുണ്ട് നമ്മുടെ ഫയലിൽ. ആരെയും പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാനൊന്നുമല്ല, പക്ഷെ ഒരു വിഷയം പ്രസന്റ് ചെയ്യുമ്പോൾ അതിനൊരു ഓതന്റിസിറ്റി വേണമല്ലോ. ആൻസിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് അവനാണെങ്കിൽ ഇതോടെ അവനൊന്ന് അടങ്ങും, അല്ലെങ്കിൽ റിവെഞ്ച് കൂടും. എന്താ KGS ഗസ് ചെയ്യുന്നത്? അവൻ അടങ്ങുന്നതോ റിവെഞ്ച് ചെയ്യുന്നതോ അല്ലല്ലോ നമ്മുടെ പ്രോബ്ലം. CFSL വീഡിയോ എക്സാമിനേഷന് കൊടുത്ത ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ തിടുക്കത്തിൽ ഈ അറസ്റ്റും റിമാൻഡും ഒക്കെ. ജാമ്യം കിട്ടില്ലെന്നുള്ള ഉപദേശം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് നല്ലൊരു വക്കീലിന്റെ കുബുദ്ധിയാ. അത് ആ PP ആകാം, അല്ലെങ്കിൽ മറ്റാളുണ്ടല്ലോ ആ താടി ഇസ്മായിൽ സേട്ടാണോ? അയാളാ. പവി, മുകളിലേക്ക് കയറി വന്നാൽ മതി. ഫസ്റ്റ് ഫ്ലോറിൽ റെസ്റ്റോറൻറ്റ്. പിന്നെ CM-നെ വഞ്ചിച്ച ആ കേസ്, DGP, ജയില്, CDAC ഒറിജിനലാണെന്ന് പ്രൂവ് ചെയ്ത ആ വിഷയം, ഇതൊക്കെ വെച്ച് ആർഗ്യൂ ചെയ്യാലോ ഏത് വക്കീലാണെങ്കിലും. ചായ കുടിക്കേ. സാർ അവരെത്തി. സർ, വാ വരൂ. വാ വാ ആൻസി, ഇരിക്കെ. കൊച്ചപ്പ ഇരിക്കെ. അങ്ങനെ ജയിൽവാസവും അനുഷ്ഠിച്ചു. ധീര വനിതയാകാനുള്ള യോഗ്യത കൂടിക്കൂടി വരികയാണല്ലോ ആൻസിക്ക്. സല്യൂട്ട്. കൊച്ചാപ്പ, എന്തെങ്കിലും ഓർഡർ ചെയ്യ്. മട്ടണല്ലേ കൊച്ചാപ്പൻ്റെ സ്പെഷ്യല്? ഒന്നും ഇറങ്ങത്തില്ല സാറേ, ഇറങ്ങത്തില്ല. ആ പൊടിക്കുഞ്ഞുങ്ങളെ ഈ തള്ളയുടെ കയ്യിലൊന്ന് ഏൽപ്പിക്കുന്നത് വരെ ഒന്നും ഇറങ്ങത്തില്ല സാറേ. എന്നെ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ. ആൻസിക്കൊന്ന് ഫ്രഷ് ആവണ്ടേ? മുകളിൽ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ലേ. ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. പവി, വിളിച്ചോണ്ട് പോ. ആൻസി വാ. നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടല്ലേ എനിക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. ആൻസി, ഇത് ഞങ്ങളുടെ കടമയാണ്. ചെല്ലേ. വരൂ ആൻസി. സാർ ഇപ്പോ കടമയെന്നൊരു വാക്ക് പറഞ്ഞില്ലേ? ആർക്കെന്ത് കടമയുള്ളൂ സാറേ? കടമ ചെയ്യേണ്ടവര് ആരും അത് ചെയ്യുന്നില്ല സാറേ. സാറേ, അതുങ്ങൾക്കൊരു വിഷമം വന്നപ്പോഴേ കൂടെ നിൽക്കേണ്ടത് ആരാ? ഒന്നീ കൂടപ്പറപ്പ് വേണം, ഇല്ലെങ്കിൽ അവിടെ കെട്ടിയും വേണം. ഇതൊന്നും അല്ലെങ്കിൽ ഇവളെ മിന്നി കെട്ടിയുടെ ഭർത്താവെങ്കിലും വേണം. അവരാരും ഈ കടമ നിർവഹിക്കുന്നില്ലല്ലോ സാറേ. ഞങ്ങളോട് സാറിന് എന്തുവാ കടപ്പാട്? കൊച്ചാപ്പന ആ കടമയും കടപ്പാടും ഒക്കെ കാണിക്കുന്നില്ലേ? അങ്ങനെ തിരിച്ചറിയുന്ന കുറച്ചുപേരൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. കഴിക്കാൻ എന്താ വേണ്ടേ? മോളൂടെ വന്നിട്ട് ഒരു ചായ പറയാം. മോനെ, സാർ ഒരു ചായ കൊടുക്ക. ശരി സാർ. കയ്യിലൊരു കവറുണ്ടായിരുന്നല്ലോ, അത് കളഞ്ഞോ?
അത് കളയാൻ പറ്റത്തില്ല സാറേ. അതിന്റെ ആവശ്യം എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ചുറ്റും ശത്രുക്കളല്ലേ, ശത്രുക്കള്. പൊടിക്കുഞ്ഞുങ്ങളെ കൈ കിട്ടുന്നവരെ അതെടുക്കണ്ടെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. സാറിന്റെ വീട്ടിലെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് ആ സാധനം. സാധനോ? എന്തോ സാധനം? ടാപ്പിംഗ് കത്തിയ. സാറേ, ദാ ഇത്രേ നീളമുണ്ട്. രാഗി രാഗി വെച്ചിരിക്കുക. നന്നായി. പോലീസുകാർ കണ്ടല്ലേ സാധനം ആളും കൂടെ അകത്ത് പോവും. ഓ, അത് വടിവാളും കൊണ്ട് പോലല്ലേ പിടിക്കത്തുള്ളൂ. ഇത് ടാപ്പിംഗ് കത്തിയാ. ആരെങ്കിലും പിടിച്ചാലേ ഇത് രായിക്കാൻ കൊണ്ടുപോകണമെന്ന് പറയും. അത്രയേ ഉള്ളൂ. കൊച്ചപ്പൻ എന്നാ ചെയ്യാൻ പോകുന്ന അവിടെ ചെന്നിട്ട്? അവരുടെ ഗേറ്റിന്റെ പുറത്ത് നിന്നിട്ട് ഒച്ച വെക്കുകയും ബഹളം വെക്കുകയും ചെയ്യാനോ? ഒച്ച വെക്കേണ്ടടുത്ത് ഒച്ച വെക്കണം മോളെ. മോളെ, ആ വീടിന്റെ ഗേറ്റിന്റെ പുറത്തേക്ക് ഒരു രാത്രി നിന്നെ ഇറക്കി വിട്ടത് മറന്നുപോയോ നീ? ആ ഗേറ്റ് പൊളിച്ച് കയറണമെങ്കിൽ പൊളിച്ച് തന്നെ കയറണം. അതാ കൊച്ചപ്പന്റെ പോളിസി. കൊച്ചാപ്പ, KJ സാർ അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനിക്കതൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഗേറ്റ് തുറന്നില്ലെങ്കിൽ മെസ്സേജ് കൊടുത്താൽ മതി എന്നാ സാർ പറഞ്ഞിരിക്കുന്നേ. സ്വന്തം കുഞ്ഞുങ്ങളെ കാണാനുള്ള അനുവാദം ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും അനുവദിക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ മാത്രം മതി ലീഗലി മൂവ് ചെയ്യാൻ. അത് നമുക്കൊരു സപ്പോർട്ടാണ്. ദാ കിടക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒന്നും കാര്യം നടക്കത്തില്ല. കോടതിയിലൊക്കെ പോയി വരുമ്പോഴേ കാലം കുറെ കഴിയും. അപ്പോഴത്തേക്ക് കൊച്ചുങ്ങളെ കെട്ടിക്കേണ്ട സമയമാവും. മോളെ, അടിച്ചാൽ അപ്പ തിരിച്ചടി കൊടുക്കണം. പിന്നെ ആ പോലീസും കോടതിയും ഒക്കെ. അതാ കൊച്ചാപ്പന്റെ പോളിസി. പവിത്ര, കൊച്ചപ്പൻ പറഞ്ഞ പോലെ അവർ നമ്മളെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ അനുവാദം തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്റെ കുഞ്ഞുങ്ങളില്ലാതെ ഞാൻ എങ്ങനെയാ? എനിക്കെന്റെ കുഞ്ഞുങ്ങളെ വേണം. പിന്നെ എനിക്ക് ആൻസി, അങ്ങനെ വന്നാ എന്താ വേണ്ടേന്ന് KJ സാർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഗേറ്റ് തുറപ്പിച്ച് കുട്ടികളെ കൊണ്ട് പോവാനുള്ള വകുപ്പുണ്ട്. നമ്മൾ ധൈര്യമായിട്ട് ആ ഗേറ്റ് ചെന്നാ മതി. ആൻസിക്ക് പറയാനുള്ളത് സ്ട്രോങ് ആയിട്ട് ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞാ മതി. കുട്ടികള് അമ്മയുടെ കൂടെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാലേ ഉള്ളൂ കുഴപ്പം. അവരെ അങ്ങനെ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. അതാദ്യം ആൻസി മനസ്സിലാക്ക. ഇല്ല, എന്നെ കണ്ട എന്റെ കുഞ്ഞുങ്ങൾ എന്റെ അടുത്ത് ഓടി വരും. എനിക്കത് ഉറപ്പാ. എന്റെ മോളെ, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. കോളനിന്നെ നീ കുഞ്ഞുങ്ങൾക്ക് ടാറ്റായും കൊടുത്ത് പോകുന്നില്ലേ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ട്? എന്നിട്ട് പിള്ളേരെ നോക്കുമ്പോ അവര് കാണുന്ന എന്തുവാ? പോലീസ് പിടിച്ച് അമ്മയെ ജയിലിൽ കൊണ്ടുപോയി. അച്ഛൻ വിളിച്ചോണ്ടും പോയി. കൊച്ചിങ്ങളുടെ മനസ്സ് മാറുമേ. കുഞ്ഞു മനസ്സാ മാറുമത്. കുപ്പത്തൊട്ടി കിടന്ന് കഷ്ടപ്പെടണമെന്ന് പിള്ളേരങ്ങ് വിചാരിക്കും. അതുങ്ങൾക്കേ സൗകര്യവും സ്നേഹവും കിട്ടുന്നിടത്ത് അങ്ങോട്ടങ്ങ് പോകും. അത്രേ ഉള്ളൂ. അവനും അവന്റെ ചേട്ടന്റെ പെണ്ണുപിള്ളയും കൂടെ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വിഷം നിറച്ചു കാണും. മനസ്സ് മാറ്റിക്കാണും. അതുകൊണ്ട് നീ ഗേറ്റിൽ ചെന്ന് മക്കളേന്ന് വിളിച്ചാല് അവരിറങ്ങി വരുമെന്നൊന്നും വിചാരിക്കണ്ട. അതാ കൊച്ചാപ്പൻ പറഞ്ഞത്. കത്തുമനെ നിർത്തേണ്ടത് കത്തുമനെ തന്നെ നിർത്തണം. ആര് കേക്കാനാ? എന്റെ കവർ എടുക്കാൻ മറന്നുപോയി. ഇല്ല, ഞാൻ കാണിച്ചു കൊടുക്കാമായിരുന്നു. നമുക്കേ പിള്ളേരുടെ മുറി പുറത്തുനിന്ന് അങ്ങ് ലോക്ക് ചെയ്താലോ? അതിലൊന്നും കാര്യമില്ല മമ്മി. പല്ലവി എപ്പോഴും അതുങ്ങളുടെ കൂടെ അല്ലേ ഇരിപ്പും കടപ്പും എല്ലാം. ദേ ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവള് ജാമ്യം കിട്ടി വരുന്ന കാര്യം പിള്ളേരറിഞ്ഞു കാണുമോ? അതൊക്കെ പല്ലവി പറഞ്ഞിട്ടുണ്ടാവും. പറയാതിരിക്കുവോ? അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്ന് പൂട്ടുന്നത് തന്നെയാ നല്ലത്. ഒരു കാരണവശാലും വിടരുത്. അനന്തനെ ഇവിടുന്ന് മാറ്റണ്ടായിരുന്നു. അവനുണ്ടായിരുന്നെങ്കിൽ സ്ട്രോങ് ആയിട്ട് പറഞ്ഞേനെ, എന്റെ കൊച്ചുങ്ങളാ, നീ നിന്റെ പാട്ടിന് പോടിയെന്ന് പറഞ്ഞു വിട്ടേനെ. പിന്നെ അങ്ങനെ പറയാൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളല്ലേ നിങ്ങളുടെ ആങ്ങള. അവനിവിടെ ഉണ്ടായിരുന്നെങ്കിലേ അവൾ ഈസി ആയിട്ട് പിള്ളേരെയും കൊണ്ട് പോയേനെ. അങ്ങനെ വരാതിരിക്കാനാ സിനിമയുടെ കാര്യം പറഞ്ഞു വിട്ടത്. ഫോൺ അടിക്കടോ. തുറക്കുവാ നോക്കട്ടെ. ഇല്ല തുറപ്പിച്ചു ഞാൻ. ഒന്നും അടി. കൊച്ചപ്പ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലേ പ്ലീസ്.
ഇവൻ എന്തോടുക്കോ ഇത്? അതെ, തുറക്കടാ. ആ, തുറന്നല്ലോ. മുതലാളിമാരൊക്കെ ഉണ്ടോ അകത്ത്? ഉണ്ട്. നമ്മളെ വണ്ടി എടുക്ക. അപ്പോ അതെ, ഗേറ്റ് ലോക്ക് ചെയ്യണ്ട, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാനുള്ളതാ. ഓ, തുറന്നിട്ടേക്കണം. ആ, പവിത്ര ഇവിടെ നിൽക്ക്, ഞങ്ങൾ പിള്ളേരെ വിളിച്ചിട്ട് വരാം. വാ മോളെ. ചെല്ലു. അവിടെ ബെല്ലടിച്ച് നോക്ക്. ഇവിടെ ആരും ഇല്ലേ? എല്ലാം അടച്ചു പൂട്ടിയിട്ടേക്കുന്നു. മറ്റേ എപ്പോഴും വഴിയമ്പലം പോലെ തുറന്നിട്ടേക്കുന്നില്ലയോ? ആരും ഇല്ലയോ? ആ സാറേ, ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. ആ സാറ് പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി. ഇവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. ആ ഓക്കെ സാർ. എന്താ? എന്റെ പിള്ളേരെ വിളിച്ചോണ്ട് പോകാൻ വന്നതാ. നിങ്ങളുടെ കുഞ്ഞുങ്ങളോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും ഇവിടില്ലല്ലോ. ഞങ്ങളുടെ കൊച്ചുങ്ങളെ അവൻ എന്റെ മുന്നേ ആ വണ്ടിയെ വലിച്ചു ഇട്ടിക്കൊണ്ട് പോയത്. അയ്യോ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ദേ, ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ അകത്തിരിപ്പുണ്ട്, അവരോട് ഒന്ന് വെച്ചാൽ മതി. ചെല്ലു മോളെ അങ്ങോട്ട്. കയറി ചെല്ല്. എടാ, അച്ചി വീട്ട് വന്ന് കിടക്കുന്നവന് പാറാവണി ആടാ നല്ലത്. എന്റെ കുഞ്ഞുങ്ങളെ വിളിച്ചോണ്ട് പോകാൻ വന്നതാ, ഒന്ന് വിളിക്കോ? നിന്റെ കുഞ്ഞുങ്ങളോ? നീ ഇവിടെ കൊണ്ടാക്കിയിട്ടാണോ സബ് ജയിലിലേക്ക് പുറത്തേക്ക് പോയത്? ആണോ? അനന്തവര് താമസിച്ചോണ്ടിരുന്ന സ്ഥലത്തുനിന്ന് കൂട്ടിക്കൊണ്ട് വന്നെന്നറിയാലോ. നിന്റെ പിള്ളേരെ നിന്റെ അമ്മാവച്ചാര് ഭിക്ഷാടനക്കാർക്ക് വിൽക്കാൻ വെച്ചിരിക്കുകയായിരുന്നു കോളനിയില്. അവിടത്തെ ഗുണ്ടകളുമായിട്ട് എന്തോ അടിയുണ്ടാക്കിയിട്ടാ വിളിച്ചോണ്ട് പോകുന്നത്. മോളെ, നീ എന്തിനാ ഇവരോടൊക്കെ സംസാരിക്കാൻ നിൽക്കുന്നത്? നീ നിന്റെ കൊച്ചുങ്ങളെ വിളിച്ചോണ്ട് പോവാ. ടാക്സി പുറത്ത് വെയിറ്റ് ചെയ്യുക. അതെ, ഈ വീട്ടിനകത്ത് കയറി വന്ന് തോന്നിയാസം കാണിക്കുന്നോ? അനന്തനാ കൊച്ചുങ്ങളെ ഇവിടെ ആക്കിയത്. അനന്തനില്ലാതെ കൊച്ചുങ്ങളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനായിട്ട് അനന്തുവിന്റെ ആവശ്യമില്ല. ഡേയ്, നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? അനന്തൻ അവന്റെ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട്. നിന്നെപ്പോലൊരു പെണ്ണും പിള്ളക്ക് ഈ വീട്ടിൽ കയറാനുള്ള യോഗ്യത ഇല്ലാന്ന് നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ, ആദ്യമായി ഇവിടെ കയറി വന്നപ്പോ. ഇപ്പൊ നിനക്ക് ഡബിൾ സർട്ടിഫിക്കറ്റ് കിട്ടി, എവിടെയും കയറാമല്ലോ. പക്ഷെ അത് ഈ വീട്ടിൽ പറ്റത്തില്ല. എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന തടയാനായിട്ട് നിങ്ങൾക്ക് എന്താ അവകാശം? എന്റെ പിള്ളേരത്. ഞാൻ പ്രസവിച്ച എന്റെ സ്വന്തം കുഞ്ഞുങ്ങള്. അവരെ കൊണ്ടുപോകാൻ എനിക്കറിയാം. അതിന് ആരുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഡബിൾ സർട്ടിഫിക്കറ്റിന്റെ കാര്യം. ആ സർട്ടിഫിക്കറ്റിന്റെ അവകാശത്തെ തന്നെയാ പറയുന്നത്. എന്റെ പിള്ളേരെ ഞാൻ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയിരിക്കും. വാ വച്ചപ്പാ. ഡീ, നീ നിന്റെ മറ്റവന്റെ സപ്പോർട്ടിലല്ലേ ഇത്രയും നെകളിക്കുന്നത്? അതെ, ആൻസി വർഗീസിനെ മനസ്സിലാക്കുന്ന കുറച്ചു പേരുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എല്ലാരും കൂടെ എന്നെ സബ് ജയിലിൽ നിന്ന് ഇറക്കത്തിൽ നിന്ന് വാശി പിടിച്ചായിരുന്നല്ലോ. എന്നിട്ട് എല്ലാരും കൂടെ കുറെ പൈസയൊക്കെ വാരി എറിഞ്ഞില്ലേ പോലീസിന്? എന്നിട്ടെന്താ, ഞാൻ ഇറങ്ങിയില്ലേ? അപ്പൊ സത്യവും ന്യായം തിരിച്ചറിയുന്ന കുറച്ചു പേരുണ്ട്. അവരാ എനിക്ക് ജാമ്യം തന്നത്. ആൻസിയെ അങ്ങ് തോറ്റ് ഷെട്ടി കയറുന്ന ആരും വിചാരിക്കല്ലേ. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. വാ വച്ചപ്പാ. കുഞ്ഞമ്മ,
മക്കളെ രണ്ടുപേരും ഞാൻ വണ്ടി കൊണ്ടിരുത്തിയിട്ടുണ്ട്. കൊണ്ടുപോയിക്കോ. എല്ലാ സാധനവും ഞാൻ വണ്ടി കൊണ്ട് വെച്ചിട്ടുമുണ്ട്. കുഞ്ഞമ്മ വിഷമിക്കണ്ട. സത്യവും ന്യായം തിരിച്ചറിയാൻ പറ്റുന്ന കുറച്ചുപേരുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. സത്യവും ന്യായം തിരിച്ചറിയാൻ പറ്റുന്ന കുറച്ചുപേരുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. അമ്മേ, മോളെ, അമ്മി. എന്റെ കുഞ്ഞുങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? നിങ്ങളുടെ അനന്തരുടെ അടുത്ത് പറഞ്ഞേരെ, ദേവി ഇതിന്റെ പിള്ളേരെ അന്വേഷിച്ച് പിന്നാലെ വരരുതെന്ന്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. വാ മോളെ. അത് ഡിക്കിയിൽ വെച്ചേക്ക്. എന്നാ പിന്നെ പോയിട്ട് വരാം. അനന്തനോടൊന്ന് പറഞ്ഞേക്ക്, ഞങ്ങളെ തോണിക്കരയായിട്ടാ പോകുന്നത്. അവിടെ പെറുതി കൂടാനേ കെട്ടി അങ്ങോട്ട് വന്നേക്കരെന്ന് പറഞ്ഞേക്കണം. വെറുതെ എനിക്ക് പണിയുണ്ടാക്കാൻ. കേട്ടോടോ പാറാവുകാരാ. ഹലോ അമ്മ, ഇപ്പൊ വരേ. താങ്ക് യു സോ മച്ച് പല്ലവി. ഇവിടെ എല്ലാവരും വാതുവെപ്പും വഴക്കുവെക്കുക. കുഞ്ഞുങ്ങളുടെ അച്ഛന്റെ കാര്യം പറഞ്ഞു. പക്ഷെ പ്രസവിച്ച അമ്മയുടെ കാര്യത്തിൽ ആർക്കും ഒരു സംശയം പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ആര് എതിർത്താലും കുഞ്ഞുങ്ങളുടെ അവരുടെ അമ്മ തന്നെ കൊണ്ടുപോകണം. ചിറ്റപ്പനോട് ഞാൻ പറഞ്ഞോളാം. കുഞ്ഞമ്മ ചെല്ല്, വിഷമിക്കണ്ട. ചെല്ല് കുഞ്ഞമ്മ. നീ എന്തിനാണ് ഇങ്ങനെ വായ നോക്കി നിൽക്കുന്നത്? നിന്നോട് എത്ര തവണ പറഞ്ഞു ഞാൻ ആ പിള്ളേരെ പൂട്ടിയിടണോന്ന്? അതെ, അയാള് പറഞ്ഞ പോലെ ഞാൻ നിങ്ങളെ പാറാവാരനൊന്നും അല്ല. ഞാനാണ് ആ പിള്ളേരോട് വിളിച്ചോണ്ട് വന്നത്. ചിറ്റപ്പനല്ലേ? അവരോട് ഇറങ്ങി പോകാൻ പറയാനുള്ള അവകാശം എനിക്കാണോ നിങ്ങൾക്കാണോ? എന്നിട്ട് പഴം പിഴിഞ്ഞ കണക്ക് നിപ്പോണ്ടായിരുന്നല്ലോ. എന്നിട്ട് എന്റെ മേളിൽ കുതിരേണ്ട കാര്യം എന്താ? ആദ്യം നീ നിന്റെ പെണ്ണുമ്പിള്ളെ മര്യാദയ്ക്ക് നിർത്ത്. അവളെ മര്യാദയ്ക്ക് നിർത്തണമെങ്കിലേ മര്യാദയ്ക്ക് വളർത്തണമായിരുന്നു നിങ്ങള്. ഇവിടെ ഒറ്റ ഇതിനൊക്കെ കാരണം. പൊയ്ക്കോണോ ഇവിടുന്ന് നിന്റെ കെട്ടിയവന്റെ വീട്ടിലേക്ക്. ഇനി ഇവിടെ കണ്ടുപോകരുത് ഞാൻ നിന്നെ. നിങ്ങൾ എന്തോന്ന് കണ്ടോണ്ട് നിൽക്കുക? ഇങ്ങോട്ട് കയറി വന്നേ. ഇങ്ങോട്ട് കയറി വന്നേന്ന്. ഐ എം വെരി സോറി ടു സേ. നീ ഇവിടെ നിൽക്കണ്ട, നിന്റെ വീട്ടിൽ പോക്കോ. നീ എന്താടി എന്നെ പറ്റി വിചാരിച്ചേക്കുന്നേ? നീ എന്നെ ഇറക്കിവിടാന്ന് വിചാരിച്ചോ? ഞാൻ ആ സെൻസിലല്ല പറഞ്ഞേ. ഓക്കെ, ലീവ് ഇറ്റ്. നമുക്ക് ഇവിടുന്ന് പോവാം. നീ ചെന്ന് നിന്റെ മമ്മിയുടെ പെർമിഷൻ വാങ്ങിട്ട് വാ. ചെല്ല്, പോ. അപ്പൊ നിനക്ക് എന്റെ പീസ് ഓഫ് മൈൻഡ് നമ്മുടെ ലൈഫ് ഒരു കാര്യമില്ലേ? അല്ല, നീ ഏതോ വേറൊരു വേൾഡില്ല. പലവേ നീ എന്താ വിചാരിച്ചേക്കുന്നേ? നിന്റെ ക്യാരക്ടർ കണ്ടിട്ടോ ഓർ നിന്റെ അപ്പിയറൻസ് കണ്ടിട്ടോ ഞാൻ നിന്നെ കെട്ടിയാണെന്നോ? ആണോ? അതെ, ഇതുവരെയുള്ള എന്റെ വിശ്വാസം അതാണ്. എന്തോ പറയാനാ നോക്കിയേ. നിന്റെ ഈ ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതങ്ങ് ബ്രേക്ക് ചെയ്താലുണ്ടല്ലോ നിന്റെ എല്ലാ പ്രോബ്ലവും തീരും. അതിനുവേണ്ടി പറയുക. അല്ലേലും ഞാനിത് പറയണമെന്ന് കുറെ നാളുകൊണ്ട് വിചാരിച്ചതാ. ഞാൻ നിന്നെ പ്രേമിക്കുമ്പോഴും കെട്ടിയപ്പോഴും നിന്റെ പപ്പ ഉണ്ടാക്കിയ ബിസിനസ്സിന് മുന്നിലെ ഒരു ഡോള് മാത്രമായിരുന്നു. വലിയ കടകളുടെ മുമ്പിലൊക്കെ ഡിസ്പ്ലേക്ക് വെക്കില്ലേ, അതുപോലൊരു സാധനം. മൈ എയിം വാസ് മണി. ഇപ്പൊ അതിന്റെ കൺട്രോൾ എന്റെ കയ്യിലാ. അതൊക്കെ ഇവിടെ ഇട്ടട്ടെ, നിന്റെ കൂടെ വരാൻ നിന്റെ ചിറ്റപ്പനെ പോലെ ഫൂളൊന്നും അല്ല ഞാൻ. ഇപ്പൊ നീ എന്ന് നിന്റെ പപ്പയോടും അമ്മയോടും ചെന്ന് ചോദിക്ക്, ഇവിടുന്ന് ഋഷി പോണോ പല്ലവി പോണോ അതോ നമ്മൾ രണ്ടുപേരും പോണോന്ന്. ചെല്ല്, ചോദിക്ക്. അത് ചോദിക്കേണ്ട കാര്യമില്ല ഋഷി.
എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ആൻസറും എനിക്കറിയാം. ആണോ? ഒറ്റ അടി കിട്ടിയപ്പോ നിനക്കത് മനസ്സിലായില്ലേ? എങ്കിൽ പിന്നെ ഇവിടുത്തെ ഒരു കാര്യത്തിലും വന്ന് ചാടാതെ അവരവരുടെ കാര്യം നോക്കി ഇവിടെ നിൽക്കി. ഇവിടെ പലതും നടക്കും, പലതും നടക്കുന്നുണ്ട്. ആൻസിയുടെ പിള്ളേരെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്തതേ നിന്റെ ആൻസി കുഞ്ഞുമ്മയുടെ കരച്ചിലാണെന്നൊന്നുമല്ല. ആ പിള്ളേരായിരുന്നു ഞങ്ങളുടെ ട്രംപ് കാർഡ്. അതാ നീ നശിപ്പിച്ചത്. ട്രംപ് കാർഡ്, ഗൂഢാലോചന, കണക്കൂട്ടി ഓരോരുത്തരെ ട്രാപ്പിലാക്കുന്ന മൊമെന്റേ ഞാൻ കുട്ടിക്കാലം മുതലേ കേൾക്കുന്നതാ. അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനുള്ള സ്പേസ് ആയിരുന്നു നീ. ഇപ്പൊ അതേ വാക്കുകൾ നീയും പറയുന്നത് കാണുമ്പോഴേ എനിക്കെന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഇൻഫ്യൂരിറ്റി എനിക്ക്. അത് നിന്റെ കഴിവുകേടാടി, നിന്റെ കഴിവുകേട്. എന്റെ ജഡ്ജ്മെന്റ് തെറ്റിയിട്ടില്ല, നിന്റെ പേരൻസിന്റെ ജഡ്ജ്മെന്റ് ഇല്ലേ അതും തെറ്റിയിട്ടില്ല. കല്യാണത്തിന് മുമ്പേ ഓവർനൈറ്റ് ഫോൺ ചെയ്ത് നീ പറയാറില്ലേ ഇവിടെ മൊത്തം കോൺസ്പിറസി ആണെന്ന്. പപ്പ അങ്ങനെയാണ്, മമ്മി ഇങ്ങനാണ്, എങ്ങനെയൊക്കെ ആണെന്ന്. അങ്ങനെയൊക്കെ ആയാലും എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റൂ. അവർക്ക് പറ്റിയ സണ്ണില്ലോ ഞാനാണെന്ന് അവർക്ക് മനസ്സിലായി. നീയും നിന്റെ ചിറ്റപ്പനൊക്കെ ഉണ്ടല്ലോ, വെറുതെ സ്വപ്നം കണ്ടു നടക്കുന്ന ഫൂൾസ്. ഇവിടെ നടക്കുന്ന ടെൻഷൻസ് വല്ല നിനക്കറിയോ? അറിയോ? ആ ഷോയില്, ആ ഫ്ലാറ്റ് ഇഷ്യൂല് എന്തൊക്കെ ട്രാപ്പുകളുണ്ടോ നിനക്കറിയോ? അറിയോ? പപ്പയും മമ്മയും അതിൽ അനുഭവിക്കുന്ന ടെൻഷൻസ് എന്താ നിനക്കറിയാമോ? അറിയാമോടി? അവർക്ക് ഇതൊക്കെ സോൾവ് ചെയ്യാനേ ഇവിടെ ഋഷി മാത്രമേ ഉള്ളൂ. ഈ ഋഷിയാ ഇതെല്ലാം ഇവിടെ കൊണ്ടുനടക്കാൻ പോകുന്നത്. അത് നിലനിൽക്കാൻ പല ഗൂഢാലോചനകൾ ഇവിടെ നടക്കും. മനസ്സിലായോ? മനസ്സിലായി വരുന്നുണ്ട് ഋഷി. നീ ഭയങ്കര സ്മാർട്ടാ. അത് മാത്രം മനസ്സിലായാൽ മതി എനിക്ക്. ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടെ? സത്യം പറയുന്ന വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷെ ഇനി നീ പറയുന്ന ഓരോ നുണയിലും എനിക്ക് ചിലത് മനസ്സിലാവും. പെട്ടെന്ന് കാഴ്ച കിട്ടുമ്പോ ഇമേജ് ക്ലിയർ ആയി വരുന്ന പോലെ. നീ ഈ കോക്കസ് ഇൻവോൾവ് ചെയ്ത് തുടങ്ങിയത് എന്ന് മുതലാ? ആഫ്റ്റർ അവർ മാരേജ് ഓർ ബിഫോർ? ഓ ഇതാണോ? ഏതാണ്ട് സെയിം ടൈം. ഓക്കെ ഓക്കെ. അത്രയ്ക്ക് സ്മാർട്ട് ആണെങ്കിൽ ഒരു ചോദ്യത്തിന് മറുപടി താ. ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക് വേറൊന്നും തെളിവായിരിക്കും. ചോദിക്കേ. ആൻസി കുഞ്ഞുമ്മയുടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നീയല്ലേ? നീ അല്ലേന്ന്? ഓ നീ സ്മാർട്ടാണെന്ന് പ്രൂവ് ചെയ്യാണല്ലേ? ഓക്കെ, നിനക്ക് തെളിഞ്ഞു വരുന്ന നീ കണ്ടോ. എന്തായാലും എനിക്കൊരു ടെൻഷനും ഇല്ലടി.